പൊതുവേ ആൾക്കാർക്കൊരു വിചാരമുണ്ട്, കുഞ്ഞുവാവകളുടെ ജീവിതം ഭയങ്കര സുഖമാണ്. രാവിലെ എണീച്ച് പാല് കുടിച്ച് കിടന്നുറങ്ങിയാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങൾ കടന്നു പോകുന്ന പ്രഷർ എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾ എല്ലാ ദിവസവും ഒരേ അളവിലാണോ ചോറ് കഴിക്കുന്നത്? അല്ലല്ലോ. അപ്പം നമുക്ക് എല്ലാ ദിവസവും ഒരേ അളവിൽ പാല് കുടിക്കാൻ പറ്റൂല. ചില ദിവസം കൂടുതൽ കുടിക്കും, ചില ദിവസം കുറച്ച് കുടിക്കും. അങ്ങനെ കുറച്ച് കുടിക്കുന്ന ദിവസം എൻ്റെ അമ്മയുടെ ടെൻഷൻ നിങ്ങളൊന്ന് കാണണം. അതിന് പരിഹാരമായിട്ട് എൻ്റെ അമ്മമ്മ കുറേ ഐഡിയ പറഞ്ഞു കൊടുക്കും. അതായത് പാല് പിഴിഞ്ഞ് കിണറ്റിലൊഴുക്കി, കിണറ്റിന് ചുറ്റും വലം വെക്കി. ഞാൻ പാല് കുടിക്കാത്തതും കിണറും തമ്മിൽ എന്ത് ബന്ധം? ചില ദിവസങ്ങളിലാണെങ്കിൽ ഗ്യാസ് കയറി കോളിക്കിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ അലറി അലറി വേദന കൊണ്ട് കരയും. അപ്പൊ എൻ്റെ അമ്മമ്മ വന്നിട്ട് പറയും, ഉഴിഞ്ഞിട് ഉഴിഞ്ഞിട്, ഉപ്പും മുളകും എന്തൊക്കെയോ കൊണ്ടുവന്ന് എന്നെ ഇങ്ങനെ 3 തവണ ഒഴിയും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ഉറങ്ങിക്കോ എല്ലാം മാറുമെന്ന്. ഗ്യാസ് പോയാലല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. നാട്ടുകാർക്കാണെങ്കിൽ പിന്നെ എന്നെ കണ്ട ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. അത് അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചോദ്യം: കൊച്ചിന് രാത്രി കരച്ചിലുണ്ടോ എന്ന്. ഇനി ഇതെല്ലാം പോട്ടേന്ന് വയ്ക്കാം. സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അപ്പുറത്തെ വീട്ടിന്റെ കൊച്ചിന്റെ അപ്പി വെച്ച് എൻ്റെ അപ്പി കമ്പയർ ചെയ്യുന്നൊരു പരിപാടി. അതൊരിക്കലും സഹിക്കാൻ പറ്റൂല. ഇന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ആരാ ഞാൻ ആരാ ഞാൻ ആരാ. അവരാരാന്ന് അവർക്ക് അറിഞ്ഞൂടെ? എൻ്റെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും പോലും ഒരുപക്ഷെ അവരാരാന്ന് അറിഞ്ഞൂടെ. എന്നിട്ടാണ് അവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ ആരാന്ന്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാം? ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ച് വല്ല പരിപാടിക്കും പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒന്ന് മാറി 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 എടുക്കും. കയ്യും കാലും ദേഹവും ഒക്കെ വേദന എടുത്തിട്ട് ഞാൻ കിടന്ന് അലറിക്കരഞ്ഞാലും ആരും മൈൻഡ് ചെയ്യില്ല. എന്നിട്ട് അതിന്റെ പ്രതിഷേധമായിട്ട് ഞാൻ അവരെ പുറത്ത് മൂത്രം ഒഴിച്ചാൽ അവർ പറയും, ഉണ്ണിമൂത്രം പുണ്യാഹമാണെന്നും പറഞ്ഞ് അതൊരു കുപ്പി പിടിച്ചോണ്ട് പോകും. സൈക്കോ പീപ്പിൾ അല്ലേ?